കെ സ്മാർട്ട്, കേരളം സ്മാർട്ടായി. ഇനി ഒന്നിനും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ കയറിയിറങ്ങേണ്ടതില്ല. എല്ലാം സ്മാർട്ടായി. എന്താണ് കെ സ്മാർട്ട്? പൊതുജനങ്ങൾക്ക് എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഇതുവരെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മാത്രമായിരുന്നു ഈ കെ സ്മാർട്ടിന്റെ പ്രവർത്തനം ലഭ്യമായിരുന്നത്. എന്നാൽ ഇത് എല്ലാ പഞ്ചായത്തുകളുടെയും സേവനങ്ങൾ ഇപ്പോൾ കെ സ്മാർട്ട് വഴി ലഭ്യമാവുകയാണ്. ഇതാണ് കെ സ്മാർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഹോം പേജ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കെ സ്മാർട്ട് ലഭ്യമാണ്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് സർവീസസ് എന്നതിൽ നിരവധി സർവീസസുകൾ കാണാം. ഇതിൽ പ്രധാനമായും ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാരേജ് രജിസ്ട്രേഷൻ, പ്രോപ്പർട്ടി ടാക്സ്, അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ്, ട്രേഡ് ലൈസൻസ്, അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് പ്രധാനമായും ഇതിലുള്ളത്. മാത്രമല്ല ഗവൺമെന്റിന്റെ എല്ലാ സർവീസുകളും ഈ ഒരു വെബ്സൈറ്റ് വഴി ലഭ്യമാക്കുക എന്നതും കൂടി സർക്കാരിന്റെ ലക്ഷ്യമാണ്. ഇതിലൂടെ നിരവധി സർവീസുകൾ എല്ലാം തന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി ലഭ്യമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ടാണ് ഈ അതർ സർവീസസിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച് അതുപോലുള്ള സർവീസസുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത നേരെ ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കും. ഇതിൽ കയറി രജിസ്റ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ നൽകാനാവും. അതുപോലെ തന്നെ CRZ-മായി ബന്ധപ്പെട്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഡയറക്ഷനാണ് കെ സ്മാർട്ട് നൽകുന്നത്. അതുപോലെ തന്നെ PCB ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സൈറ്റിലേക്ക് ഡയറക്ട് ചെയ്യും. അങ്ങനെ സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള വെബ്സൈറ്റുകളെയും ഈ കെ സ്മാർട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കെ സ്മാർട്ട് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനമായും നമുക്ക് ബർത്ത്, മാരേജ്, ഡെത്ത് എന്നീ സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങളാണ് പ്രധാനമായും. അതുപോലെ തന്നെ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി അത് നിങ്ങളുടേതാണ് എന്ന് തെളിയിക്കുന്നതിന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. അതിന് ഇവിടെ പറയുന്ന പേര് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ്. ബിൽഡിംഗ് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിലൊരു അപ്ലിക്കേഷൻ നൽകണമെങ്കിൽ നമ്മൾ ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ എല്ലാ പ്രോപ്പർട്ടി ഉടമസ്ഥന്മാരും നിർബന്ധമായും അവരുടെ ആധാർ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്യുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാർ നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വരികയും അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയും മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് വേണ്ട അപേക്ഷകൾ നൽകാനാവൂ. സ്വന്തമായി വീടോ ബിൽഡിംഗോ ഉള്ളവർ നിർബന്ധമായും കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ പേരിലുള്ള പ്രോപ്പർട്ടികളെല്ലാം കെ സ്മാർട്ടിൽ ലിങ്ക് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കെ സ്മാർട്ട് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസ് ആണ് വരിക. ഇവിടെ നമ്മുടെ മൈ ആപ്ലിക്കേഷൻ, നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. ന്യൂ ആപ്ലിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പേയ്മെന്റ്, മൈ ഡോക്യുമെന്റ്സ്, നോട്ടിഫിക്കേഷൻ, മൈ ബിൽഡിംഗ്, മൈ പ്രൊഫൈൽ. ഈ മൈ ബിൽഡിംഗിലാണ് നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ലിങ്ക് ചെയ്യേണ്ടതുള്ളത്. ഈ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് ബിൽഡിംഗ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിസ്ട്രിക്ട്, അതുപോലെ തന്നെ ലോക്കൽ ബോഡി, ഇതെല്ലാം എൻ്റർ ചെയ്ത് ബിൽഡിംഗ് നമ്പറും സബ് നമ്പറും കൊടുത്തു കഴിഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പൊ ഈ ഡീറ്റെയിൽസ് ഫുൾ വ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇത് നമ്മുടെ പേരിലാണ് എങ്കിൽ പ്രൊസീഡ് കൊടുത്ത് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിൽ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ ആ ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബിൽഡിംഗ് ലിങ്ക് ചെയ്യാനോ അതുപോലെ തന്നെ എന്ത് സർവീസ് ചെയ്യണമെങ്കിലും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അപ്ലിക്കേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ന്യൂ അപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ ഇതിൽ മറ്റൊരു പ്രധാന സർവീസാണ് ട്രേഡ് ലൈസൻസ്. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ലൈസൻസ് പുതിയത് എടുക്കുന്നതിനും റിന്യൂ ചെയ്യുന്നതിനും പൂർണ്ണമായും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ കെ സ്മാർട്ട് ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ അപേക്ഷ നൽകാനാവും. IFTE ആൻഡ് OS ലൈസൻസ്, ഇതിലൂടെയാണ് വ്യവസായങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒക്കെ ലൈസൻസിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഇത് റിന്യൂ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്, പുതിയത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. ലൈസൻസ് ഇതിലൂടെ പുതുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ ഏത് രൂപത്തിലാണ് നമുക്ക് ഈ ലൈസൻസിനെ സെർച്ച് ചെയ്യേണ്ടത് എന്നതാണ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ബിൽഡിംഗ് നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് വെച്ചിട്ടോ അല്ലെങ്കിൽ അവസാനം കാണുന്ന ഈ ലൈസൻസ് നമ്പർ സെലക്ട് ചെയ്ത് ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഗ്രാമപഞ്ചായത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലൈസൻസ് നമ്പർ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കും. അത് പ്രൊസീഡ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈസൻസിനെ കുറിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കാണിക്കും. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക, അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അങ്ങനെ ലൈസൻസ് റിന്യൂ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ബാക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സർവീസുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ കാണിക്കും. ബർത്ത്, ഡെത്ത്, മാരേജ് ഇതിന്റെയൊക്കെ രജിസ്ട്രേഷനോ അതല്ലെങ്കിൽ കറക്ഷനോ, ബർത്ത് സർട്ടിഫിക്കറ്റിന് നെയിം ആഡ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർവീസുകൾ കാണിക്കും. അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റും ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തത് പ്രോപ്പർട്ടി ടാക്സ് അടക്കാൻ നമുക്ക് പറ്റും. ഇതിൽ ഓണർഷിപ്പ് ചേഞ്ചസ്, അതുപോലെ തന്നെ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുക, അതുപോലെ തന്നെ പെർമിറ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസ് ആണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, ഇതാണ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, ഇതാണ് നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുക. ഇത്തരം സർവീസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും ഈ കെ-സ്മാർട്ടിൽ എല്ലാ പ്രോപ്പർട്ടി ഓണേഴ്സും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബിൽഡിംഗ് ഇതിൽ ലിങ്ക് ചെയ്യാനോ അതുപോലുള്ള മറ്റ് സർവീസുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇത്തരം സർവീസുകളൊക്കെയാണ് കെ-സ്മാർട്ടിലൂടെ പൊതുജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. എല്ലാവരും ഈ ഒരു വെബ്സൈറ്റിനെ ഉപയോഗപ്പെടുത്തുക. സ്വന്തമായി എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. മൊബൈൽ ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ കെ-സ്മാർട്ട് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടും. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ മറുപടി നൽകുന്നതാണ്. താങ്ക് യു.